പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനായിട്ട് സിമ്പിൾ ആണ് എന്നാൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ്. സിംഗിൾ പാറ്റേൺ അതിന്റെ 4 കളർ ഷെയ്ഡ്സ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിൽ തന്നെയുണ്ട്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ വീനെക്ക് ആണ് കേട്ടോ. ഇതിന്റെ യോക്ക് പോർഷനിൽ മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഗ്രീന്റെയും അതുപോലെ തന്നെ ഓഫ് വൈറ്റിന്റെയും ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു സ്ക്വയർ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രേപ്പ് ലൈനിങ് ആണ്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആണ് എന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാത്രമാണ്. എ ലൈൻ കൺസെപ്റ്റിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ വീനെക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് എന്നാൽ സിമ്പിൾ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. ബാക്കി എല്ലാം സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നതാണ്. താഴേക്ക് വരുമ്പോൾ എ ലൈനാണ്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് എ ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ഒരു 46-47 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ട് കേട്ടോ. 46.5 ഒക്കെയാണ് ലെങ്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാത്രമാണ്. നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പാത്രമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 മാത്രമേ ഉള്ളൂ കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കളർ ഉണ്ട് നല്ല ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലാവൻഡറിന്റെയും ലൈറ്റ് ആയിട്ട് വരുന്ന ഗ്രേപ്പിന്റെയും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ വിചിത്ര സിൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വീനക്കാണ്. നമ്മുടെ യോക്ക് പോർഷനിൽ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അകത്ത് ത്രെഡിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് പീച്ചും ഗ്രീനും കൂടിയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ എ ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ സെയിം തന്നെയാണ് കേട്ടോ. ഇതുപോലെയാണ്. നെക്ക് വീനക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ ഈ ഒരു മെഷ് എംബ്രോയിഡറി ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തോടു കൂടി തന്നെയാണ്. ബാക്ക് സൈഡ് എ ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് ഉണ്ട്. സ്ലീവ് 3/4 ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 650 ആണ് കേട്ടോ. അടുത്ത കളർ വന്നിട്ട് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ. കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ആണ്. മെറ്റീരിയൽ വിചിത്ര സിൽക്ക് തന്നെയാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് ആ മെഷ് എംബ്രോയിഡറിയുടെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ലാവൻഡറിന്റെയും ഗ്രീന്റെയും കൂടി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അത് തന്നെ നല്ല ക്യൂട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിന്റെ അകത്തും മെറ്റീരിയലും ബാക്കി ഫീച്ചേഴ്സും എല്ലാം സെയിം തന്നെയാണ്. കളറിൽ മാത്രമാണ് കേട്ടോ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ്. നെക്ക് വീനെക്ക് വന്നിട്ട് യോക്ക് പോർഷനിൽ ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ആ ഒരു ലാവൻഡറിന്റെയും ഗ്രീന്റെയും കൂടി കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ആ ഒരു വർക്ക് കാണുമ്പോൾ ഇതിങ്ങനെ ഈ ഒരു വർക്ക് തന്നെ ഒരു സ്ലാൻഡിങ് പാറ്റേണിലാണ്. ഇങ്ങനെ ഒരു സൈഡ് പോർഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡൊക്കെ എ ലൈൻ തന്നെയാണ്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 ആണ് കേട്ടോ. 650 ആണ്. അടുത്ത കളർ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു പീക്കോ ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെയല്ല കേട്ടോ. പീക്കോ ഗ്രീൻ തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇതിൽ ഈ മെഷ് എംബ്രോയിഡറിയുടെ കളർ ത്രെഡിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചിന്റെയും ഗ്രീന്റെയും കോമ്പിനേഷനിലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അതും കാണാനായിട്ട്. മെറ്റീരിയൽ വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത്. ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. അതുപോലെ തന്നെ ഒരു 46.5-47 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ അതല്ല ഓഫീസ് വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഹാൻഡ് വർക്ക്, ഒരുപാട് കട്ട് ബീഡ്സും അങ്ങനെ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലും ആണ്, അതുപോലെ നല്ല ലെങ്ത്തിലുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിട്ടോ. ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.